ഹലോ, നമ്മൾ എടുക്കാൻ പോകുന്നത് വർക്കബിലിറ്റി മെഷർ ചെയ്യുന്ന വർക്കബിലിറ്റി കാൽക്കുലേറ്റ് കണ്ടുപിടിക്കുന്ന സെക്കൻഡ് ടെസ്റ്റാണ്. ടെസ്റ്റ് ഫോർ വർക്കബിലിറ്റിയിൽ സെക്കൻഡ് വൺ അതാണ് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് കോമ്പാക്ഷൻ ഫാക്ടർ അപ്പാരറ്റസ് വെച്ചിട്ടാണ് നമ്മൾ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം കോമ്പാക്ഷൻ ഫാക്ടർ അപ്പാരറ്റസ് എന്ന് പറയുന്നതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കോമ്പാക്ഷൻ ഫാക്ടർ അപ്പാരറ്റസിൻ്റെ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ഇൻഡിക്കേറ്റ് ദ ബിഹേവിയർ ഓഫ് ഫ്രഷ് കോൺക്രീറ്റ് കോൺ അണ്ടർ ദ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാണ് പറയുന്നത്. ദ ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡിറ്റർമൈൻ ദ വർക്കബിലിറ്റി ഓഫ് ഫ്രഷ് കോൺക്രീറ്റ്. ഫ്രഷ് കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റിന് മെയിനായിട്ട് നമ്മൾ കോമ്പാക്ഷൻ ഫാക്ടർ അപ്പാരറ്റസ് വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. കോമ്പാക്ഷൻ ഫാക്ടർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ അതിന് രണ്ട് ഹോപ്പർ ഉണ്ടാവും, പിന്നെ ബോട്ടത്തിൽ ഒരു സിലിണ്ടറും പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് ആ കോൺക്രീറ്റ് നമ്മൾ ഈ ഒരു ഹോപ്പറിലൂടെ ഇടും. അതിന് ശേഷം അതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് സെക്കൻഡ് ഹോപ്പറിലേക്ക് അത് ത്രോ ചെയ്യും. ദെൻ സെക്കൻഡ് ഹോപ്പറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അത് സിലിണ്ടറിലേക്ക് അത് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹോപ്പർ അല്ലെങ്കിൽ ഹോപ്പർ എ എന്ന് പറയുന്നതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ 260 mm, ഇൻറ്റേർണൽ ഡയമീറ്റർ 130 mm, അതിൻ്റെ ഡെപ്ത് 280 mm. ആൻഡ് സെക്കൻഡ് ഹോപ്പർ ബിൻ്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ 240, ഇൻറ്റേർണൽ 130 തന്നെയാണ്, അതിൻ്റെ ഡെപ്ത് 240 തന്നെയാണ്, 240 mm ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഹോപ്പറിൻ്റെ ബോട്ടവും സെക്കൻഡ് ഹോപ്പറിൻ്റെ ടോപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 mm ആണ്. പിന്നെ ഉള്ളത് ഒരു സിലിണ്ടറാണുള്ളത്. ആ സിലിണ്ടറിൻ്റെ ഡെപ്ത് 285ഉം അതിൻ്റെ ഡയമീറ്റർ 150 mm ഉള്ള ഒരു സിലിണ്ടറാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രഷ് കോൺക്രീറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ അപ്പർ ഹോപ്പർ എ. That is top internal diameter 260 mm, bottom 130 and internal height 280. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അപ്പർ ഹോപ്പറിൽ ഫസ്റ്റ് ഹോപ്പറിൽ ഫ്രഷ് മിക്സ് ചെയ്ത കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യേണ്ടത്? ട്രാപ്പ് ഡോർ ഓഫ് ടോപ്പ് ഹോപ്പർ ഈസ് ഓപ്പൺഡ് ആൻഡ് എലോ ടു ഫോൾ ഇൻ ടു ദ ലോവർ ഹോപ്പർ. അതായത് ഫസ്റ്റ് ഹോപ്പറിന് ട്രാപ്പ് ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിനെ ലോവർ ഹോപ്പറിലേക്ക് ഫോൾ ചെയ്യാൻ അനുവദിക്കാം. The lower hopper is with the top internal diameter 240 mm and internal height 240 mm. Okay, അതാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോട്ടം ഓഫ് എ ആൻഡ് ടോപ്പ് ഓഫ് ബി ഈസ് 200. അതായത് ഹോപ്പർ എൻ്റെ ബോട്ടവും അതുപോലെ തന്നെ ഹോപ്പർ ബിൻ്റെ ടോപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 200 mm ആണ്. അതായത് ഈ കോൺക്രീറ്റ് ഫോളോ ചെയ്യുന്നത് ഈ 200 mm ഹൈറ്റിൽ നിന്നാണ് ഹോപ്പർ എന്ന് ഹോപ്പർ ബിയിലേക്ക് കോൺക്രീറ്റ് ഫോളോ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? തേർഡ് സ്റ്റെപ്പ് എന്താ? ദ ടാപ്പ് ഡോർ ഓഫ് ഹോപ്പർ ബി ഈസ് ഓപ്പൺഡ് ആൻഡ് കോൺക്രീറ്റ് ഈസ് അലൗഡ് ടു ഫോൾ ഇൻ ടു ദ സിലിണ്ടർ സി. മൂന്നാമത്തത് വേണ്ടത് അതായത് ഹോപ്പർ ബിൻ്റെ ട്രാപ്പ് ഡോർ ഓപ്പൺ ചെയ്തിട്ട് കോൺക്രീറ്റിനെ സിലിണ്ടർ സീൻ്റെ അകത്തേക്ക് ഫോൾ ചെയ്യിക്കുക. ഓക്കെ, the concrete collected in the cylinder is leveled at the top level and weighed. അതായത് ഇങ്ങനെ ഫോൾ ചെയ്ത കോൺക്രീറ്റിനെ സിലിണ്ടറിൽ ഫോൾ ചെയ്യിക്കുക. അതിനുശേഷം അതിൻ്റെ ടോപ്പ് ലെവൽ ചെയ്തതിന് ശേഷം ആ കോൺക്രീറ്റ് പ്ലസ് ആ സിലിണ്ടറിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, അതിനകത്ത് വിത്തൗട്ട് കോമ്പാക്ഷൻ ഒന്നും ചെയ്യാതെ അതിൽ ഫോൾ ചെയ്തിരിക്കുന്ന കോൺക്രീറ്റിൻ്റെ വെയിറ്റ് എടുക്കുക. ദ വെയിറ്റ് ഈസ് ദാറ്റ് ഓഫ് പാർഷ്യലി കോമ്പാക്റ്റഡ്. അതായത് പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റിൻ്റെ വെയിറ്റാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനകത്തുള്ള വെയിറ്റ് കോമ്പാക്റ്റ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ വെയിറ്റ് എടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ സിലിണ്ടർ എംപ്റ്റി ചെയ്യുക. എന്നിട്ട് സിലിണ്ടർ എംപ്റ്റി ചെയ്തിട്ട് ആ സിലിണ്ടർ വീണ്ടും നമ്മൾ റീഫിൽ ചെയ്യുക. ഈ കോൺക്രീറ്റ് വെച്ചിട്ട് 5 ലെയറായിട്ട് നമ്മൾ റീഫിൽ ചെയ്യുക. എന്നിട്ട് ഓരോ ലെയറായിട്ട് നമ്മൾ റീഫിൽ ചെയ്യുമ്പോൾ നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുക, നന്നായിട്ട് കോമ്പാക്റ്റ് ചെയ്ത് വൈബ്രേറ്റിംഗ് മെഷീൻ വെച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യിക്കുക. അതായത് ഫുള്ളി കോമ്പാക്റ്റഡ് ആയിട്ട് ഈ സിലിണ്ടറിനെ ഫുള്ളി കോമ്പാക്റ്റഡ് രൂപത്തിൽ നമ്മൾ ഇതിനകത്ത് കോൺക്രീറ്റ് ഫിൽ ചെയ്യുക.
5 ലെയേഴ്സ് അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക. എങ്ങനെ വൈബ്രേറ്റർ വെച്ചിട്ട് കോമ്പാക്ട് ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ വെയിറ്റ് കൂടി എടുക്കുക, അതിൻ്റെ വെയിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് ഓഫ് കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് കിട്ടും. ഫസ്റ്റ് എടുത്ത വെയിറ്റ് ഓഫ് പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ്. അതിനുശേഷം സെക്കൻഡ് നമ്മൾ കോമ്പാക്ട് ചെയ്തിട്ട് വൈബ്രേറ്റർ വെച്ചിട്ട് കോമ്പാക്ട് ചെയ്തിട്ട് വെയിറ്റ് ഓഫ് ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റിൻ്റെ വെയിറ്റ് നമ്മൾ എടുക്കുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോമ്പാക്ഷൻ ഫാക്ടറാണ് നമ്മളിതിൽ കണ്ടുപിടിക്കുന്നത് ഈ ടെസ്റ്റ് വെച്ചിട്ട്. ആ കോമ്പാക്ഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോമ്പാക്റ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ്. അതായത് കോമ്പാക്റ്റിംഗ് ഫാക്ടർ അല്ലെ കോമ്പാക്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റിൻ്റെ വെയിറ്റ്. നമ്മൾ ആദ്യം ഈ സിലിണ്ടറിലേക്ക് ഫാൾ ചെയ്ത കോൺക്രീറ്റിൻ്റെ പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റിൻ്റെ വെയിറ്റ് എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് സിലിണ്ടറിൽ ഫില്ല് ചെയ്ത കോൺക്രീറ്റിൻ്റെ ടോട്ടൽ വെയിറ്റ്. അപ്പോൾ അതിന് രണ്ടിൻ്റെ വെയിറ്റിൻ്റെ റേഷ്യോ ആണ് കോമ്പാക്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോമ്പാക്റ്റിംഗ് ഫാക്ടറിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി പറയുന്നത്. ഓക്കെ, ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി അച്ചീവ്ഡ് ഇൻ ദ ടെസ്റ്റ് to density of same concrete fully compacted give the compacting factor. നേരത്തെ പറഞ്ഞ തന്നെ compacting factor test measure the inherent characteristics of the concrete which relate very close to the workability requirement of concrete, and as such it is the one of the good test to depict the workability of concrete. കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ടെസ്റ്റാണ് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കോമ്പാക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി എത്രയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണൊരു കോമ്പാക്ഷൻ ഫാക്ടർ അപ്പാരറ്റസ്. ഇത് ടോപ്പിലെ ഹോപ്പർ കാണിച്ചിട്ടുണ്ട്. ഇത് ടോപ്പിലെ ഹോപ്പർ, സെക്കൻഡ് ഹോപ്പർ ബി, ദെൻ ഇത് സിലിണ്ടർ. ഓക്കെ, അതിനൊരു ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഒരു ഹാൻഡിലുണ്ട്, അത് ഓപ്പൺ ചെയ്ത് അത് കോൺക്രീറ്റ് ഫോളോ ചെയ്യും. അതുപോലെ തന്നെ കണ്ട ഈ ഹാൻഡിൽ അത് ഓപ്പൺ ചെയ്ത് കോൺക്രീറ്റ് സിലിണ്ടറിലേക്ക് ഫോളോ ചെയ്യും. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് കോമ്പാക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ട് വർക്കബിലിറ്റി എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ടേബിൾ. നേരത്തെ സ്ലമ്മിൻ്റെ കേസിൽ നമ്മൾ കാണിച്ച അതേ ടേബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോമ്പാക്റ്റിംഗ് ഫാക്ടറിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് വർക്കബിലിറ്റി കൂടും. അതായത് കോമ്പാക്റ്റിംഗ് ഫാക്ടർ ഇൻക്രീസ് ചെയ്യുമ്പം വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വർക്കബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈസിനെസ് ഓഫ് പ്ലേസിങ് ഹാൻഡ്. അതായത് ഒരു കോൺക്രീറ്റ് നമ്മൾ മൗൾഡിൽ പ്ലേസ് ചെയ്യാനും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള ഈസിനെസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ടു ഫ്രിക്ഷൻ എന്ന് പറയാം. അതായത് നമുക്കതിനെ എളുപ്പത്തിൽ നമുക്കതിനെ ഫ്ലോ ചെയ്യിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു മൗൾഡിൽ പ്ലേസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ വർക്ക്, അതിൻ്റെ എമൗണ്ടാണ് വർക്കബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോമ്പാക്ഷൻ ഫാക്ടർ കൂടുമ്പോൾ വർക്കബിലിറ്റിയും കൂടും, നമുക്ക് എളുപ്പത്തിൽ അതിനെ പ്ലേസ് ചെയ്യാനും എല്ലാത്തിനും പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? കോമ്പാക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ 0.78 ആണെങ്കിൽ എന്താണ്? അത് വെരി ലോ വർക്കബിൾ ആയിരിക്കും. വെരി ലോ ആയിരിക്കും അതിൻ്റെ വർക്കബിലിറ്റി. ഇനി കോമ്പാക്റ്റിംഗ് ഫാക്ടർ 0.85 ആകുമ്പോൾ വർക്കബിലിറ്റി ലോ ആവും. ദെൻ വീണ്ടും കൂടുമ്പോൾ കോമ്പാക്റ്റിംഗ് ഫാക്ടർ 0.92 ആകുമ്പോൾ വർക്കബിലിറ്റി മീഡിയം ആവും. ദെൻ കോമ്പാക്റ്റിംഗ് ഫാക്ടർ 0.95 ആകുമ്പോൾ വർക്കബിലിറ്റി ഹൈ ആയിരിക്കും. ദെൻ കോമ്പാക്റ്റിംഗ് ഫാക്ടർ അതിലും കൂടെ കൂടുകയാണെങ്കിൽ വെരി ഹൈ ആയിരിക്കും വർക്കബിലിറ്റി. അപ്പോൾ കോമ്പാക്റ്റിംഗ് ഫാക്ടർ 0.78 ആണെങ്കിൽ വെരി ലോ വർക്കബിളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിനെയാണ്? ബൈൻഡിങ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഷാലോ സെക്ഷൻ്റെയും പേയ്മെൻറ്റ് യൂസിങ് പേവേഴ്സിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷനാണ് നമ്മൾ ആ ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, ബൈൻഡിങ് കോൺക്രീറ്റ് എന്ന് പറയും. ഇനി 0.85 ആണെങ്കിൽ ലോ വർക്കബിളാണ്, അത് നമ്മൾ യൂസ് ചെയ്യുക മാസ് കോൺക്രീറ്റിങ്ങിനാണ്. അതായത് ലൈറ്റ് വെയ്റ്റ് സെക്ഷൻ സ്ലാബിൻ്റെയും ബീമിൻ്റെയും കോളത്തിൻ്റെയും വോളിൻ്റെ ഒക്കെ കോൺക്രീറ്റിൻ്റെ കേസിലും ഫ്ലോറിൻ്റെ കേസിൽ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൻ്റെ കേസിലൊക്കെയാണ് ലോ വർക്കബിൾ കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യുക. കോമ്പാക്റ്റിംഗ് ഫാക്ടർ 0.85 ആണെങ്കിൽ. ദെൻ കോമ്പാക്റ്റിംഗ് ഫാക്ടർ 0.92 ആണെങ്കിൽ നമ്മൾ അത് ഹെവിലി റീൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഹെവിലി റീൻഫോഴ്സ്ഡ് സ്ലാബിൻ്റെയും ബീമിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യും. അതുപോലെ പമ്പ്ഡ് കോൺക്രീറ്റ് അതിൻ്റെയൊക്കെ കേസിൽ യൂസ് ചെയ്യും. ഇനി 0.95 ആണെങ്കിൽ ഹൈ ആയിരിക്കും വർക്കബിലിറ്റി, അത് നമ്മൾ ട്രെഞ്ച് ഫിൽ അല്ലെങ്കിൽ ഇൻസിറ്റ്യൂ ഫില്ലിങ്ങിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പാക്ഷൻ ഫാക്ടറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.78 to 0.95. 0.78 വെരി ലോ, 0.85 ആണെങ്കിൽ ലോ ആയിരിക്കും, 92 ആണെങ്കിൽ മീഡിയം, 95 ആണെങ്കിൽ ഹൈ വർക്കബിൾ. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. ഓക്കെ.
ഇനി നമുക്ക് ഇതിൻ്റെ തേർഡ് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. തേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വി ബി ടെസ്റ്റ് അല്ലെങ്കിൽ വി ബി കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ് എന്നാണ് നമ്മൾ പൊതുവേ ഇതിന് പറയുന്നത്. വി ബി കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ് അല്ലെങ്കിൽ വി ബി ടെസ്റ്റ്. ഓക്കെ, ഈ വി ബി ടെസ്റ്റിനകത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് കോൺക്രീറ്റിന് നമ്മൾ ആദ്യം സിലിണ്ടറിൽ ഫില്ല് ചെയ്യും. എന്നിട്ട് അതായത് കോൺക്രീറ്റ് നമ്മൾ കോണിക്കൽ ഷേപ്പിൽ ഫില്ല് ചെയ്യും. ആ കോണിൻ്റെ അകത്ത് നിന്ന് കോൺക്രീറ്റ് സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് അതിൻ്റെ ടൈം മെഷർ ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ വർക്കബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതായത് ഒരു കോണിക്കൽ ഷേപ്പിൽ നിന്ന് ഒരു സ്ലം കോണിക്കൽ ഷേപ്പിൽ നിന്ന് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് കോൺക്രീറ്റ് ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണെന്ന് നോട്ട് ചെയ്യും. ആ ടൈമിനനുസരിച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി എത്രയാണെന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വി ബി കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റിന് അല്ലെങ്കിൽ നമ്മൾ വി ബി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വി ബി കൺസിസ്റ്റോമീറ്റർ എന്ന് പറയുന്ന അപ്പാരറ്റസിൽ വെച്ചിട്ടാണ്. ആ അപ്പാരറ്റസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, വി ബി കൺസിസ്റ്റോമീറ്റർ എന്ന് പറയുന്ന അപ്പാരറ്റസ്. ഓക്കെ, എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ദിസ് ലബോറട്ടറി ടെസ്റ്റ് മെഷർ ഇൻഡിക്കേറ്റ് ഇൻഡയറക്ട്ലി ദ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി മെഷർ ചെയ്യാനുള്ള ഇൻഡയറക്റ്റ് ടെസ്റ്റാണ് വി ബി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ stiff concrete mix having low and very low workability. The test consists of a vibrating table and a sheet metal cone and a ഇതിൻ്റെ അകത്ത് ഈ അപ്പാരറ്റസ് വി ബി കൺസിസ്റ്റോമീറ്റർ എന്ന് പറഞ്ഞ അപ്പാരറ്റസിൽ ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സിലിണ്ടറിക്കൽ കോണുണ്ട്, അതാണ് സ്ലം കോൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്ലം കോൺ ഇത്, പിന്നെ ഒരു കണ്ടെയ്നർ, ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ഉണ്ട്, പിന്നെ ഒരു വി ബി ടേബിൾ ഉണ്ട്, പിന്നെ ഒരു റൊട്ടേറ്റിംഗ് ആം ഉണ്ട്, പിന്നെയോ മൂവിങ് വെർട്ടിക്കൽ റോഡ്, വെർട്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റുന്ന റോഡ്, പിന്നെ അതിന് ക്ലിയർ പ്ലാസ്റ്റിക് ഡിസ്ക് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒരു ഡിസ്ക് ഉണ്ട്. അതൊക്കെയാണ് ഈ വി ബി കൺസിസ്റ്റോമീറ്ററിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലം കോണും കണ്ടെയ്നറും ഷീറ്റ് മെറ്റൽ കോൺ എന്നാണ് നമ്മൾ പറയുന്നത്. മീറ്റ് പോട്ട് ആൻഡ് ഷീറ്റ് മെറ്റൽ കോൺ എന്നൊക്കെ പറയും. ഓക്കെ, പിന്നെ ഒരു വി ബി ടേബിള്, പിന്നെ ഒരു ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഡിസ്ക്, റൊട്ടേറ്റിംഗ് ആം, മൂവിങ് വെർട്ടിക്കൽ റോഡ്, അതൊക്കെയാണ് ഇതിൻ്റെ വി ബി കൺസിസ്റ്റോമീറ്ററിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സ്ലം ടെസ്റ്റ് ഈസ് പെർഫോംഡ് പ്ലേസിങ് എ സ്ലം കോൺ ഇൻസൈഡ് ദ ഷീറ്റ് മെറ്റൽ സിലിണ്ടറിക്കൽ പോർട്ട് ഓഫ് ദ കൺസിസ്റ്റോമീറ്റർ. അതായത് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എന്ന് വെച്ചാൽ ഈ വി ബി കൺസിസ്റ്റോമീറ്ററിൻ്റെ ഈ അതിൻ്റെ സിലിണ്ടറിക്കൽ പോർട്ടിനുള്ളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്ലം കോൺ പ്ലേസ് ചെയ്യും. സ്ലം കോൺ ഒരു കോണിക്കൽ ഷേപ്പിലുള്ളൊരു സ്ലം കോൺ നമ്മൾ ഈ മെറ്റൽ സിലിണ്ടറിക്കൽ പോർട്ടിനുള്ളിൽ ഒരു സ്ലം കോൺ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ സ്ലം കോണിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കോൺക്രീറ്റ് ഈ സ്ലം കോൺ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്ലം കോണ് എന്ത് ചെയ്യാം, സ്ലം കോണ് നമ്മൾ ഈ സിലിണ്ടറിൻ്റെ ഷീറ്റ് മെറ്റൽ സിലിണ്ടറിക്കൽ പോർട്ടിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കോൺക്രീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ ആ കോണ് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ആ കോൺക്രീറ്റ് ആണ് സിലിണ്ടറിക്കൽ ഷേപ്പിൽ അവിടെ നിൽക്കും. അപ്പോൾ ഇത് മെയിൻലി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ലോ വർക്കബിലിറ്റിയുള്ള മിക്സിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോ വർക്കബിലിറ്റിയിലെ മിക്സ് ആയതുകൊണ്ട് നമ്മൾ സ്ലം കോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിന് സ്ലം ഉണ്ടാകുന്നില്ല, പെട്ടെന്ന് തന്നെ സ്ലം ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഗ്ലാസ് ഡിസ്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിസ്ക് ഉണ്ടല്ലോ, അത് ഈ കോൺക്രീറ്റിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, വൈബ്രേറ്റർ ഓൺ ആക്കുക. അപ്പോൾ വൈബ്രേറ്റർ ഓൺ ആക്കുന്നതിന് സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് വാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യാം. വൈബ്രേറ്റർ ഓൺ ആക്കുന്ന സമയത്ത്, അതായത് വൈബ്രേഷൻ കൊടുക്കുമ്പോൾ കോമ്പാക്ഷൻ ചെയ്യുന്ന സമയത്ത്, വൈബ്രേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വൈബ്രേഷൻ അപ്പോൾ ഈ കോൺക്രീറ്റ് ഏത് ഷേപ്പിലുണ്ടാവുക, ഈ സ്ലം കോണിക്കൽ ഷേപ്പിലുണ്ടാവുക. അപ്പോൾ ഈ കോണിക്കൽ ഷേപ്പിനകത്ത് എന്ത് സംഭവിക്കുക, ഈ കോണിക്കൽ ഷേപ്പിനകത്ത് സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നവരെ, കോണിക്കൽ ഷേപ്പ് ഡിസപ്പിയർ ആയിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പ് ആവുന്നവരെയുള്ള ടൈം നമ്മൾ നോട്ട് ചെയ്യാം. ആ ടൈം സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നോട്ട് ചെയ്യാം. അതായത് കോൺക്രീറ്റ് കോണിക്കൽ ഷേപ്പിനകത്ത് ഡിസപ്പിയർ ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നവരിൽ ടൈം എത്രയാണ് നോട്ട് ചെയ്യുക. ആ ടൈം ആയിരിക്കും അതിൻ്റെ വി ബി ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഗ്ലാസ് ഡിസ്ക് അറ്റാച്ച്ഡ് ടു ദ സ്വിവൽ ആം ഇസ് ടേൺഡ് ആൻഡ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ
concrete in the pot. Okay, then electrical vibrator is switched on and simultaneously stopwatch was started. The vibration is continued till the conical shape of the concrete disappear and it assumes a cylindrical shape, the time of which is noted. അതായത് കോൺക്രീറ്റ് കോണിക്കൽ ഷേപ്പിൽ നിന്ന് സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സമയം, സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് ആവാനുള്ള സമയം എത്രയാണെന്ന് നോട്ട് ചെയ്യാം. ആ ടൈം ആയിരിക്കും VB ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദ കൺസിസ്റ്റൻസി ഓഫ് കോൺക്രീറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ VB ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു ദ ടൈം ഇൻ സെക്കൻഡ് റെക്കോർഡ് എബോവ്. അതായത് കോൺക്രീറ്റിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ വർക്കബിലിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ ഈ ടെസ്റ്റിൽ VB ടൈമിലാണ്. ഈ VB ടൈം എന്ന് പറയുന്നത് കോൺക്രീറ്റ് അതിൻ്റെ കോണിക്കൽ ഷേപ്പിൽ നിന്ന് സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ടൈം എത്രയാണോ ആ ടൈം ആയിരിക്കും അതിൻ്റെ VB ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് VB ടൈമും അതുപോലെ തന്നെ സ്ലമ്മും തമ്മിലുള്ള റിലേഷനാണ്. ടൈം കൂടുമ്പോൾ അതായത് VB ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്, സ്ലമ്മിൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ VB ടൈം 10 സെക്കൻഡ് ആണെങ്കിൽ സ്ലം 0, അല്ലെങ്കിൽ VB ടൈം ഒരു 7 സെക്കൻഡ് ആണെങ്കിൽ സ്ലമ്മിൻ്റെ വാല്യൂ 10 mm ആയിരിക്കും. അപ്പോൾ സ്ലമ്മിൻ്റെ വാല്യൂ പിന്നെ VB ടൈം കൂടുന്നതിനനുസരിച്ച് സ്ലമ്മിൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് നമ്മളെ കോഡിൽ പറഞ്ഞിരിക്കുന്ന VB ടൈമും വർക്കബിലിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് VB ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് ടൈം കൂടുമ്പോൾ അതിൻ്റെ എന്താണ് സംഭവിക്കുന്നത്, വർക്കബിലിറ്റി കുറയാണ് ചെയ്യുന്നത്. അതായത് ഹൈലി വർക്കബിൾ അല്ലെങ്കിൽ വർക്കബിലിറ്റി കൂടിയ മിക്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സിലിണ്ടറിക്കൽ ഷേപ്പിൽ നിന്ന് കോണിക്കൽ ഷേപ്പിൽ നിന്ന് സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഷേപ്പ് മാറി കിട്ടും. ഇനി വർക്കബിലിറ്റി കുറഞ്ഞത്, അതായത് സ്റ്റിഫ് മിക്സ് ആണെങ്കിൽ, വർക്കബിലിറ്റി കുറഞ്ഞ മിക്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, കുറേ ടൈം കൂടും, അത് കോണിക്കൽ ഷേപ്പിൽ നിന്ന് സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് മാറും. അതാണ് ഈ ടേബിൾ കാണിച്ചിരിക്കുന്നത്. കോഡിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ടേബിളാണ്, അതിൽ കാണിച്ചിരിക്കുന്നതാണ്. അതായത് VB ടൈം 5 to 2 സെക്കൻഡ് ആണെങ്കിൽ മീഡിയം പ്ലാസ്റ്റിക് എന്ന് പറയാം, മീഡിയം വർക്കബിലിറ്റി ആണ്, പ്ലാസ്റ്റിക് ആണെന്ന് പറയാം. 2 to 5 സെക്കൻഡ് ആണ്. അതിനേക്കാൾ കുറവാണെങ്കിൽ ഹൈ പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റും. പിന്നെ 10 to 5 സെക്കൻഡിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. 10 to 5 ആണെങ്കിൽ ലോ വർക്കബിൾ ആയിരിക്കും. 20 to 10 ആണെങ്കിൽ VB ടൈം വെരി ലോ ആയിരിക്കും. 30 to 20 ആണെങ്കിൽ എക്സ്ട്രീംലി ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 20 സെക്കൻഡ് ടു 30 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെയാണ് നമുക്കതിന് റേഞ്ച് പറയുന്നത്. അപ്പോൾ 2 സെക്കൻഡിലും കുറവാണെങ്കിൽ ഹൈ വർക്കബിൾ ആയിരിക്കും. 20 സെക്കൻഡ് 30 to 20 ഒക്കെ ആണെങ്കിൽ അതായത് സെക്കൻഡ് ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വർക്കബിലിറ്റി പ്ലേസ് ചെയ്യാനുള്ള വർക്കബിലിറ്റി കുറഞ്ഞു വരും ടൈം കൂടുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വർക്കബിലിറ്റി കുറഞ്ഞ മിക്സിന് വേണ്ടിയിട്ട് വർക്കബിലിറ്റി കുറഞ്ഞ മിക്സിനെയാണ് നമ്മൾ പൊതുവെ VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൽ 4th ടെസ്റ്റാണ്, വർക്കബിലിറ്റി മെഷർ ചെയ്യാനുള്ള 4th ടെസ്റ്റാണ് ഫ്ലോ ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫ്ലോ ടെസ്റ്റ്. ഫ്ലോ ടെസ്റ്റ് ഗിവ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് വിത്ത് റെസ്പെക്ട് ടു കൺസിസ്റ്റൻസി, cohesiveness and the proneness to segregation. In this test, a standard mass of concrete is subjected to jolting. The spread or the flow of the concrete is measured and this flow is related to workability. Flow test നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റിനെ ഷേക്ക് ചെയ്യുക, അല്ലെങ്കിൽ കോൺക്രീറ്റിനെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് നമ്മൾ കോൺക്രീറ്റിനെ ഫോളോ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഫ്ലോ ടെസ്റ്റിംഗ് ടേബിളിന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് നമ്മൾ ഫ്ലോ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഫ്ലോ ഫാൾ ചെയ്യിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഷേപ്പ് അത് ഒരു കോണിക്കൽ ഷേപ്പിൽ നിന്ന് അതൊരു സർക്കുലർ ഷേപ്പിലെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്ന അതായത് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യാമെന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ എത്ര ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നു മെഷർ ചെയ്തിട്ട് നമ്മളതിൻ്റെ ഫ്ലോ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലോ ടെസ്റ്റിംഗ് ടേബിൾ അല്ലെങ്കിൽ ഫ്ലോ ടെസ്റ്റിംഗ് അപ്പാരറ്റസ് എന്ന് പറയും. അപ്പോൾ ഫ്ലോ ടെസ്റ്റിംഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് ഫ്ലോ ടെസ്റ്റിംഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താ സംഭവം എന്ന് പറയുന്നത് വെച്ചാൽ ഇതാണ് ഫ്ലോ ടേബിൾ എന്ന് പറയുന്നത്. അതായത് ഇതിന് നമ്മൾ ഫ്ലോ ടേബിൾ എന്ന് വിളിക്കും.
ഈ ഫ്ലോ ടേബിളിന് 2 ഹാൻഡിൽസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഒരു മെറ്റാലിക് ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഡയമീറ്ററും ഒരു കുഞ്ഞു പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഇത് ഇവിടെ ഇങ്ങനെ. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുക, ഈ കോണ് കണ്ടോ, ഈ കോണിന് നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ആ കോണിന് അവിടെ പ്ലേസ് ചെയ്തിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം ആ കോൺ അവിടെ നിന്ന് എടുത്തങ്ങ് മാറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, അപ്പോൾ അവിടെ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കോൺ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇതിങ്ങനെയാവും. ഇതാ ഇതുപോലെ ഇങ്ങനെ കോൺക്രീറ്റ് ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഈ ടേബിൾ, അതായത് ഈ ഫ്ലോ ടേബിൾ എന്ന് പറയുന്നത് ഇത് ഫുൾ ടോട്ടൽ ഇതിനെ ഈ ഫ്ലോ ടേബിൾ നമ്മൾ എന്താ ചെയ്യുക, ഫ്ലോ ടേബിൾ ഒരു 15 mm ഹൈറ്റിൽ നിന്ന് നമ്മൾ ഈ ഫ്ലോ ടേബിളിന് 15 പ്രാവശ്യം 15 സെക്കൻഡിൽ 15 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങനെ മുകളിലേക്ക് പൊന്തിച്ച് നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും. ഈ ഫ്ലോ ടേബിളിന് ഒട്ടാകെ ഈ ഫുൾ അപ്പാരറ്റസിന് നമ്മൾ ഡ്രോപ്പ് ചെയ്യും 15 പ്രാവശ്യം. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, അപ്പോൾ എന്താ സംഭവിക്കുക, ഈ കോൺക്രീറ്റ് ഇവിടെ ഇങ്ങനെ ഈ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള കോൺക്രീറ്റ് എന്താവും, ഇതിങ്ങനെ സ്ലം ചെയ്ത് ഇതിങ്ങനെ വീഴും അല്ലേ. ഇങ്ങനെ വീണിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അതായത് സർക്കിളിൻ്റെ ഷേപ്പ് മാറും, കോണിക്കൽ ഷേപ്പിൽ നിന്ന് സർക്കുലർ ഷേപ്പിലേക്കായി ഇങ്ങനെയായി വരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഫിഗറിൽ. ഓക്കെ, ഇങ്ങനെയാണ്. നേരത്തെ ഒരു കോണിക്കൽ ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറിയിട്ട് ഇങ്ങനെയായി, ഇങ്ങനൊരു ഷേപ്പിലേക്ക് മാറി. അപ്പോൾ അതിൻ്റെ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ ഡയമീറ്ററും വെർട്ടിക്കൽ ഡയമീറ്ററും മെഷർ ചെയ്യും. അങ്ങനെ കുറച്ച് ടൈം 2-3 പ്രാവശ്യം ഡയമീറ്റർ മെഷർ ചെയ്തിട്ട് അതിൻ്റെ മീൻ വാല്യൂ എടുക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫ്ലോ പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് എ മൗൾഡ് ഫ്രം സ്മൂത്ത് മെറ്റൽ കാസ്റ്റിംഗ് ഇൻ ദ ഫോം ഓഫ് എ ഫ്രസ്റ്റം ഓഫ് എ കോൺ with base diameter 25 cm. Okay, and top diameter 15 cm and height 12 cm is kept on the center of the table 76 cm in diameter. അതായത് ഈ ഫ്രസ്റ്റം ഓഫ് എ കോണിക്കൽ ഷേപ്പിലുള്ള കോണിക്കൽ ഷേപ്പിലുള്ള ഒരു മെറ്റാലിക് മോൾഡ് നമ്മൾ ഈ എന്താണ് ചെയ്യുന്നത്, ഈ ടേബിളിൻ്റെ മുകളിൽ വെക്കും. ഇതിൻ്റെ ഡയമീറ്റർ 25 cm ടോപ്പിലും 17 cm ഹൈറ്റും 12 cm ബോട്ടത്തിലുള്ളതാണ് ഉള്ളതെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കും. അതാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം കോൺക്രീറ്റ് ഈസ് ഫിൽഡ് ഇൻ ദ മോൾഡ് ഇൻ 2 ലെയർ, ഈച്ച് റോഡഡ് 25 times the tamping rod of 1.6 cm dia and 60 cm long. ഇതിനകത്ത് കോൺക്രീറ്റിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. 2 ലെയറായിട്ട് 25 നമ്പർ ഓഫ് ബ്ലോസ് കൊടുത്തിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. എക്സസ് ഓഫ് കോൺക്രീറ്റ് വിച്ച് ഹാസ് ഓവർഫ്ലോഡ് ദ മൗൾഡ് ഈസ് റിമൂവ്ഡ്. എക്സസ് ഓഫ് കോൺക്രീറ്റ് റിമൂവ് ചെയ്യും. ദ മൗൾഡ് ഈസ് ലിഫ്റ്റഡ് വെർട്ടിക്കലി അപ്പ് ആൻഡ് ടേബിൾ ഈസ് ദെൻ റേസ്ഡ് ആൻഡ് ഡ്രോപ്പ്ഡ് 12.5 mm 15 times in about 15 seconds. ആ മോൾഡ് കോൺക്രീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം മോൾഡ് നമ്മൾ എടുത്ത് മാറ്റും. അതിന് ശേഷം എന്താ ചെയ്യുക, നമ്മൾ ടേബിളിന് വെർട്ടിക്കലി അപ്വേർഡ് ലിഫ്റ്റ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം അതിന് ആ ടേബിളിനടക്കം ഡ്രോപ്പ് ചെയ്യും. എങ്ങനെ, 12.5 mm ഹൈറ്റിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടേബിളിനെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഈ 15 പ്രാവശ്യം ഇങ്ങനെ ടേബിളിന് 12.5 mm ഹൈറ്റിലെത്തിയിട്ട് ഡ്രോപ്പ് ചെയ്യിക്കുക 15 സെക്കൻഡിനുള്ളിൽ. ഓക്കെ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യും. ഇത് സ്പ്രെഡ് ചെയ്യും കോൺക്രീറ്റ്. Diameter of the spread concrete is measured in about 6 direction and the average spread is noted. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് എന്ത് സംഭവിക്കും, കോൺക്രീറ്റിൻ്റെ സ്പ്രെഡ് ചെയ്യും കോൺക്രീറ്റിനെ. അപ്പോൾ അതിന് ഡയമീറ്റർ ഇൻക്രീസ്, അങ്ങനെ ആ ഡയമീറ്റർ മെഷർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മീൻ വാല്യൂ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. The flow of concrete is the percentage increase in the average diameter of the spread over the base diameter of the mold. അതാണ് പറയുന്നത്, അതാണ് ചെയ്യുന്നത് ഇവിടെ. അതായത് ഫ്ലോ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു എന്താണ്, സ്പ്രെഡ് ഡയമീറ്റർ ഇൻ സെൻറ്റിമീറ്റർ മൈനസ് 25 ആണ് അതിൻ്റെ ബേസ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ കോണിൻ്റെ ബേസ് ഡയമീറ്റർ. അപ്പോൾ ഇനീഷ്യൽ ഡയമീറ്റർ 25, അപ്പോൾ ഇൻക്രീസ് ചെയ്ത ഡയമീറ്റർ എത്രയാണോ അത് സ്പ്രെഡ് ഡയമീറ്റർ ഇൻ സെൻറ്റിമീറ്റർ മൈനസ് 25 ഡിവൈഡ് ബൈ 25 × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫ്ലോ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, ഈ ഫ്ലോ പെർസെൻറ്റേജ് എന്താണ്, ഇൻക്രീസ് ഡയമീറ്റർ എത്രയാണോ അത് മൈനസ് അതിൻ്റെ ബേസ് ഡയമീറ്റർ 25 ആണ് ഡിവൈഡ് ബൈ 25 × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്ലോ പെർസെൻറ്റേജ് എത്രയാണെന്ന് കിട്ടും. ഈ ഫ്ലോ പെർസെൻറ്റേജിൻ്റെ വാല്യൂ 0 to 150% വരെ വാരി ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ആ ഫ്ലോ പെർസെൻറ്റേജ് എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വർക്കബിലിറ്റി എത്രയാണെന്നുണ്ടായിരുന്നു നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ അപ്പാരറ്റസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാണ് ഇതിൻ്റെ 4 ടെസ്റ്റ്. എന്തിനുള്ള നമ്മൾ വർക്കബിലിറ്റി മെഷർ ചെയ്യാനുള്ള 4 ടെസ്റ്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ സ്ലം ടെസ്റ്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വർക്കബിലിറ്റി മെഷർ ചെയ്യാനുള്ള ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് സ്ലം ടെസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ടെസ്റ്റ് സ്ലം ടെസ്റ്റ്. ഓക്കെ, സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പാക്ഷൻ ഫാക്ട്. ഫസ്റ്റ് സ്ലം ടെസ്റ്റ്, സെക്കൻഡ് കോമ്പാക്ഷൻ ഫാക്ടർ, ദെൻ BB ടെസ്റ്റ് ആൻഡ് ഫ്ലോ ടെസ്റ്റ്. സ്ലം ടെസ്റ്റിനകത്ത് നമ്മൾ ചെയ്യുന്നത് സ്ലം എത്ര ഡിക്രീസ് ചെയ്തു, അതിൻ്റെ ഡെപ്ത് എത്ര, അതിൻ്റെ കോണിക്കൽ ഷേപ്പിൻ്റെ ഡെപ്ത് എത്ര, വെർട്ടിക്കൽ ഡ്രോപ്പ് ഉണ്ടായി എന്നുള്ളത് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് വർക്കബിലിറ്റി നമ്മൾ മെഷർ ചെയ്യും. അപ്പോൾ വർക്കബിലിറ്റി കൂടിയതിന് എന്താണ് സംഭവിക്കുക, അതിൻ്റെ വർക്കബിലിറ്റി കൂടുമ്പോൾ, അത് സ്ലമ്മിൻ്റെ വാല്യൂ കൂടുമ്പോൾ വർക്കബിലിറ്റി കൂടും. ഓക്കെ, ഇനി കോമ്പാക്ഷൻ ഫാക്ടറാണ്. നമ്മൾ കോമ്പാക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റിൻ്റെ വെയിറ്റ് ഡിവൈഡ് ബൈ ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റിൻ്റെ വെയിറ്റ്, അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കോമ്പാക്ഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കൂടുമ്പോൾ വർക്കബിലിറ്റി കൂടും. ഇനി VB ടെസ്റ്റ്. VB ടെസ്റ്റ് നമ്മൾ VB ടൈമാണ് കണ്ടുപിടിക്കുന്നത്. VB കൺസിസ്റ്റോമീറ്റർ വെച്ചിട്ട് VB ടൈം കണ്ടുപിടിക്കും. അപ്പോൾ VB ടൈം കൂടുകയാണെങ്കിൽ വർക്കബിലിറ്റി കുറവായിരിക്കും. കുറേ ടൈം എടുക്കുമ്പോൾ അത് ഈസിലി നമുക്ക് പ്ലേസ് ചെയ്യുന്നത്. കുറേ ടൈം എടുത്തിട്ടാണ് ഷേപ്പ് കോണിക്കൽ ഷേപ്പിൽ നിന്ന് സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് മാറുന്നതെങ്കിൽ അതിനെ പെട്ടെന്നൊന്നും നമുക്ക് ഒരു ഷേപ്പിൽ നിന്ന് വേറെ ഷേപ്പിലേക്ക് മാറ്റാനൊന്നും പറ്റില്ല. ഫ്രിക്ഷൻ കൂടുതലായിരിക്കുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ വർക്കബിലിറ്റി എന്താ സംഭവിക്കുന്നത്, വർക്കബിലിറ്റി VB ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വർക്കബിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫ്ലോ ടെസ്റ്റ്. ഫ്ലോ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫ്ലോ പെർസെൻറ്റേജ് കുറവാണെങ്കിൽ എന്താണ് അത് ഹൈലി വർക്കബിൾ ആയിരിക്കും. അതായത് ഫ്ലോ പെർസെൻറ്റേജിൻ്റെ വാല്യൂനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വർക്കബിലിറ്റിനെ മെഷർ ചെയ്യാം. ഫ്ലോ പെർസെൻറ്റേജ് കൂടുമ്പോൾ വർക്കബിലിറ്റി കൂടും, ഫ്ലോ പെർസെൻറ്റേജ് കുറയുമ്പോൾ വർക്കബിലിറ്റി കുറയും. ഓക്കെ, അങ്ങനെയാണ് ഇതൊക്കെയാണ് നമ്മൾ വർക്കബിലിറ്റി മെഷർ ചെയ്യാനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ.